بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. വേദിയിലുള്ള ബഹുമാന്യനായ സമസ്ത മുഷാവറ മെമ്പർ ഇപ്പു മുസ്ലിയാർ, SYSന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സാഹിബ് പൂക്കോട്ടൂർ, അതുപോലെ തന്നെ ബഹുമാന്യായ കാളാവ് സൈദലി മുസ്ലിയാർ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, നേതാക്കൾ, സാദാത്യങ്ങളെ, മറ്റ് നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചത് വളരെ പെട്ടെന്ന്, കൃത്യമായി പറഞ്ഞാൽ മെനിയാന്ന് കൂടിയ സമസ്ത ലീഗൽ സെല്ലും ജില്ലാ SYSഉം കൂടി അടിയന്തരമായി തീരുമാനമെടുത്തതാണ്. ഇങ്ങനെ ഒരു പൊതുയോഗം പള്ളിക്കൽ ബസാറിലായിരുന്നു നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്നത്, അത് നടത്താൻ ഉദ്ദേശിച്ചതും. ആ സാഹചര്യം അങ്ങനെയായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം എന്തിനാണ് ഇന്ന് ഈ യോഗം നമ്മളിവിടെ വിളിച്ചു കൂട്ടിയത് എന്ന്. ഇവിടെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഒരു ഭാഗത്ത്, നമ്മളെന്തോ ചെയ്തുവെന്നും നമ്മളിവിടെ പള്ളി പൂട്ടിച്ചുവെന്നും, യഥാർത്ഥത്തിൽ എല്ലാം ചെയ്തുകൊണ്ട് ആരാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവര് കർഷന്റെ മറവിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി അതാ ഇവര് ചെയ്യുന്നു അവര് ചെയ്യുന്നു എന്ന് വിളിച്ചു പറയുന്ന പ്രചണ്ഡമായ ഒരു പ്രചരണത്തിന് യഥാർത്ഥ വശം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ യോഗം ഇവിടെ വിളിച്ചു കൂട്ടിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊതുയോഗം പള്ളിക്കൽ ബസാറിൽ ഞങ്ങൾ തീരുമാനിച്ചപ്പോഴാണ് അന്നത്തെ സാഹചര്യം പള്ളിയിൽ തന്നെ നമസ്കാരത്തെ മുടക്കി, പള്ളി അധികാരികളുടെ കൈവശമായി, പള്ളിയിലേക്ക് ബാങ്കില്ല. ആ സമയത്താണ് പള്ളിക്കൽ ബസാറിൽ ഞങ്ങൾ പൊതുയോഗം സംഘടിപ്പിച്ച് ഈ പ്രശ്നങ്ങൾ പറയുമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനിയായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവരുടെ വളരെ കർക്കശമായ ഇടപെടൽ ബന്ധപ്പെട്ട ജില്ലാ അധികാരികളോടും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ഉണ്ടായത്. കലക്ടർ ഈ പള്ളി വീണ്ടും ഇന്നലെ രാവിലെ ഇത് വിട്ടുതരികയും ഇതിന് യഥാർത്ഥ കസ്റ്റോഡിയന്മാരോട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറയുകയും ചെയ്തപ്പോഴാണ് പള്ളിക്കൽ ബസാറിൽ നിന്ന് ഞങ്ങൾ ഈ യോഗം ഇങ്ങോട്ട് മാറ്റിയത്. യഥാർത്ഥത്തിൽ എന്താണ് പള്ളിക്കലിലെ വിഷയം? ഇവിടെ അത് വിശദീകരിക്കാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സാഹിബ് എല്ലാ കോടതിയുടെ ഉത്തരവുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം അത് സവിസ്തരം വിശദീകരിക്കും. ഈ കാര്യത്തില് മധ്യസ്ഥനായി നിന്ന് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മുസ്തഫ തങ്ങളുണ്ട്. അദ്ദേഹം അതിന്റെ പ്രാദേശിക കാര്യങ്ങൾ വിശദീകരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ വസ്തുതകളെ അറിയണം. യഥാർത്ഥത്തിൽ എന്താണ് പള്ളിക്കൽ മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങൾ. സമസ്തയിലെ 980കളിൽ ഉണ്ടായ പ്രശ്നം 6 പേര് മാറി. സമസ്തയിൽ അങ്ങനെ ഭിന്നത ഉണ്ടായപ്പോ ആദ്യമായി ഇവർ നിശ്ചയിച്ചത് സമസ്തയുടെ മഹല്ല് കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ടൈഗർ സുന്നി ഗ്രൂപ്പ് കൊടുക്കുകയായിരുന്നു. എല്ലാവർക്കും അതറിയാം. എന്തിന്? പല മഹല്ലുകളും അന്ന് അവരങ്ങനെ കൈവശപ്പെടുത്തി. മസിൽ പവറോടും മറ്റു ചില മണി പവറും എല്ലാം ഒരുമിച്ച് കൂടി 10% പോലും അംഗങ്ങളില്ലാത്ത പല സ്ഥലങ്ങളിലും, ഈ ചുറ്റുഭാഗങ്ങളിലെ പല സ്ഥലത്തും, ജില്ലയിലും ജില്ലക്ക് പുറത്തും പല സ്ഥാപനങ്ങളും പള്ളികളും ജുമാഅത്ത് പള്ളികളും ഖബർസ്ഥാനുള്ള പള്ളികളും അനധികൃതമായി കൈവശപ്പെടുത്തി. അന്ന് സ്വാത്വികരായ ഉലമാക്കള്, പണ്ഡിതന്മാർ അവരെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല. ഹക്കിന്റെ ഭാഗത്തേക്ക് സമുദായത്തോട്, സമൂഹത്തിനോട്, ഉമ്മത്തിനോട് ആ ഹക്ക് പറയാനേ അവർ ശ്രമിച്ചിരുന്നുള്ളൂ. പക്ഷേ ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ കുറെ അന്യാധീനപ്പെട്ടു പോയി. പിന്നീടാണ് സമസ്തയെ വിശ്വസിച്ച് പൂർവസൂരികള്, അവരുടെ പ്രപിതാക്കള് വഖഫ് ചെയ്ത ഒരു സ്ഥാപനമാണ് അന്യാധീനപ്പെടുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് സമസ്തക്കും ഈ രീതിയിൽ അതിൻ്റെതായ പ്രൊട്ടക്ഷൻ, അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് തോന്നിയതും അതിൻ്റെതായ പ്രവർത്തനങ്ങൾ നടത്തിയതും. പിന്നീട് അവർക്ക് ഈ എളുപ്പത്തിൽ ഈ സ്ഥാപനങ്ങൾ കിട്ടുന്നില്ല. കാരണം രേഖയുടെ പിൻബലമുണ്ട്, സമുദായത്തിലെ മഹല്ലുകളിലെ ഭൂരിപക്ഷമുണ്ട്. എല്ലാ അർത്ഥത്തിലും ഇത് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഓരോരോ ഗവൺമെന്റ് വരുമ്പോഴും അവർക്ക് ഉദ്ദേശിച്ച ആളുകളെ പിടിച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കും, ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ടൊരു മസ്ലഹത്ത് ഉണ്ടാക്കുക, ഒരു മധ്യസ്ഥ ഉണ്ടാക്കുക, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്ന ഒരു ഗൂഢമായ തന്ത്രത്തിന്റെ പുറത്താണ് പല ഭാഗങ്ങളിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു നിയമവുമില്ല, അവരുടെ കയ്യിൽ ഒരു രേഖയുമില്ല.
പക്ഷേ ചില മസിൽ പവറുമായി വരും. എന്നിട്ട് ചില ആളുകളെ, ചില രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ചില അരമന്ത്രിമാരുടെ പിന്തുണയും ഉണ്ടാകും. അവരുടെ പിന്തുണയോടുകൂടി സ്ഥാപനത്തിൽ കുഴപ്പമുണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ സ്ഥാപനം കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യം. ഇതിനെ ഫലപ്രദമായി നേരിടാൻ നമ്മൾ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമാണ് ഒരു മഹലിനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ നിയമപരമായി പോയിക്കോ, ഞങ്ങൾ തയ്യാർ. നിയമത്തിന്റെ ഭാഗം പോകാൻ ഞങ്ങൾ തയ്യാർ. അതുപോലെ തന്നെ കോടതിയിൽ നിങ്ങൾക്ക് പോകാം, രേഖകൾ വെച്ച് നോക്കാം, ഭൂരിപക്ഷം വെച്ച് നോക്കാം. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെ അടുത്തേക്ക് മഹാനായിരുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയി. ഞങ്ങൾ ആ കാര്യം ബോധ്യപ്പെടുത്തി. ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഇവരാണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി. അങ്ങനെ അന്ന് തന്നെ പല മഹല്ലുകളിലും ഉണ്ടായി. ഒരു മഹലിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല, ഒരു മഹലിലും അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. താൽക്കാലികമായി പൂട്ടിയിടാം, താൽക്കാലികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഈ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ അവരും പോയി. അത് കഴിഞ്ഞ ഒരു ഭരണമാറ്റമുണ്ടായി. ഞങ്ങൾ പുതിയ മുഖ്യമന്ത്രിയെയും അതുപോലെയുള്ള ബന്ധപ്പെട്ട മന്ത്രിമാരെയും ഞങ്ങൾ വീണ്ടും പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് വളരെ വ്യക്തമായി പറഞ്ഞു, രേഖയുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോ, അതല്ലെങ്കിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ കൊടുത്തോ. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ നല്ല അഭിപ്രായമാണല്ലോ, വളരെ മാന്യമാണല്ലോ നിങ്ങൾ പറയുന്നതെന്ന് രണ്ട് മുഖ്യമന്ത്രിമാരും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പള്ളിക്കൽ എന്താ വിഷയം? ആരാ പള്ളിക്കൽ വിഷയമുണ്ടാക്കിയത്? നേരത്തെ പറഞ്ഞതുപോലെ ഒരു സഹകരണ അടിസ്ഥാനത്തിൽ ഇവിടെ കമ്മിറ്റി നടക്കുകയായിരുന്നു. ഇവിടെ 80% സമസ്തയുടെ ആളുകളാണ്, സമസ്തയുടെ രേഖയാണ്, സമസ്തയുടെ റെക്കോർഡാണ്. എന്നിട്ടും സഹകരണത്തോടുകൂടി പോവട്ടെ എന്ന് കരുതിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അവിടെയാണ് ഒരിക്കല് ജനങ്ങൾ എല്ലാവരും വെറുത്ത മുടി എടുത്തു വെക്കുന്നത്. പള്ളിയിലെ ഇമാമ് പള്ളിയിൽ വെച്ച് മുടിയുടെ മഹത്വം പറഞ്ഞപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പറഞ്ഞു, അരുത്, അതിവിടെ പറയരുത്. നമ്മൾ ഇതുപോലെ ഐക്യത്തോടു കൂടി പോകുന്ന ഒരു മഹലില് ഇങ്ങനെ മുടിയുടെ പ്രചരണം ഇവിടെ നടത്തരുതെന്ന് പറഞ്ഞപ്പോ പറ്റില്ലെന്ന് പറഞ്ഞു. ഇവരും സമ്മതിച്ചില്ല. അവസാനം പറഞ്ഞു, എങ്കിൽ മുടിക്ക് വിപരീതമായുള്ളത് അടുത്ത വെള്ളിയാഴ്ച പറയാം. അങ്ങനെ രണ്ടും അവിടെ വെച്ച് തീർന്നു. ഒരു വെള്ളിയാഴ്ച മുടിക്ക് അനുകൂലമായി പറഞ്ഞപ്പോ മുടിയുടെ എതിരായുള്ള കാര്യം അടുത്ത വെള്ളിയാഴ്ച പറയാമെന്ന് പറഞ്ഞു. അത് പറയാൻ വേണ്ടി പിറ്റേ വെള്ളിയാഴ്ച എണീറ്റപ്പോൾ സമ്മതിച്ചില്ല. അവിടെ മസിൽ പവറുമായി വന്ന് പറയിപ്പിക്കില്ലെന്ന് പറഞ്ഞു. ഇവിടെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ മഹലിലെ പ്രശ്നം, പള്ളിക്കല പ്രശ്നം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് അങ്ങനെയാണ്. എന്നിട്ട് എന്താ ചെയ്തത്? നമ്മളാരെങ്കിലും കയറി അടിച്ചോ? നമ്മളാരെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? നമ്മളാരെങ്കിലും ഇമാമിനെ പിടിച്ച് പുറത്തിട്ടോ? ഇല്ല. നിയമത്തിന്റെ വകുപ്പിൽ പോയി. ആ വകുപ്പാണ് വഖഫ് ബോർഡിലേക്ക് കൊടുത്തു. ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തി യഥാർത്ഥ കമ്മിറ്റി ഉണ്ടാക്കുന്ന കാര്യം ഈ രീതിയിൽ പോയാൽ അപകടകരമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ സമസ്തയുടെ ഏതാണ്ട് പ്രവർത്തകന്മാരും നാട്ടുകാരും, സമസ്തയുടെ മാത്രമല്ല, അവർ ഒപ്പുവെച്ച് ഒരു രേഖ കൊടുത്തു. ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന് ഇവർ തടസ്സവാദം ഉന്നയിച്ചു. എന്തിനാ അങ്ങനെ തടസ്സവാദം ഉന്നയിച്ചേ? എന്താ ഇതിന്റെ ഉദ്ദേശം? തടസ്സവാദങ്ങൾ ഉന്നയിച്ച് നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ നീട്ടിക്കൊണ്ടുപോയതിന് ശേഷം 2 മാസം ഇവർ അവധി ചോദിക്കുകയാണ് വഖഫ് ബോർഡിനോട്. ഞങ്ങൾക്ക് 2 മാസം അവധി വേണം. 2 മാസം അവധി കൊടുത്തു. ആ അവധിയിൽ ഇവർ ചെയ്തത് നേരെ പോയി മലപ്പുറത്തെ സുന്നി രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഇവരുടെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്യുകയാണ്. ഇവിടുത്തെ അന്നത്തെ സെക്രട്ടറി ലിയാഖത്ത് അലി ഉണ്ട്. ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് രജിസ്റ്റേർഡ് കത്ത് വന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു കമ്മിറ്റി രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ അപേക്ഷ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആക്ഷേപമോ പരാതിയോ ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് സാധാരണ എല്ലാവർക്കും വരുന്നത് പോലെയുള്ള ഒരു പരാതിയാണ്, ഒരു ലെറ്റർ ഇവിടേക്ക് വന്നപ്പോ എന്താ ചെയ്ത്? ഇവര് കൃത്രിമമായി ഒരാളെ ഉണ്ടാക്കി, ഇദ്ദേഹത്തിന്റെ ID കാർഡ് ഉണ്ടാക്കി, ലിയാഖത്ത് അലിയുടെ ID കാർഡ് ഉണ്ടാക്കി, അത് ഒപ്പിട്ട് വാങ്ങി ലിയാഖത്ത് അലിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെയാണ്. പക്ഷെ പോലീസ് FIR ഇട്ടു. ഞങ്ങൾ അതിന്റെ പേരിൽ കോടതിയിൽ പോയി. അതുപോലെ തന്നെ പോലീസ് ഈ ബന്ധപ്പെട്ട പ്രതികളെ തിരയാൻ തുടങ്ങി. അവർക്ക് കൊടുത്ത രജിസ്ട്രേഷൻ റദ്ദു ചെയ്തു. ഹൈക്കോടതി പറഞ്ഞു റദ്ദു ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കമ്മിറ്റി ഉണ്ടാക്കി. വീണ്ടും തെരഞ്ഞെടുപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പിലിട്ടു. ആ തെരഞ്ഞെടുപ്പ് വെച്ചപ്പോഴാണ് അതിനെയും ഇവരെതിർക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഉണ്ടാവരുതെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് റിട്ടേണിംഗ് ഓഫീസർ വെച്ചു.
ഇവര് പല തടസ്സവാദങ്ങൾ എത്രയോ പേര് ഉൾക്കൊള്ളുന്നത് പറഞ്ഞ് തടസ്സവാദം ഉന്നയിച്ചു. തെളിവ് ഇതായെന്ന് പറഞ്ഞു. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവരന്ന് കൊടുത്ത 30 പേരെ ഒരു തടസ്സം 28ഓളം പേരെ വീണ്ടും അംഗീകരിച്ചു, നോമിനേഷൻ കൊടുത്തു. ആ സമയത്താണ് യഥാർത്ഥത്തില് നോമിനേഷൻ കൊടുത്തപ്പോൾ ഇവർക്ക് ബോധ്യപ്പെട്ടു ബഹുഭൂരിപക്ഷത്തിന് ഇവിടെ സമസ്ത ജയിക്കാൻ പോകുന്നു. സമസ്ത ജയിക്കാൻ തെരഞ്ഞെടുപ്പ് നടത്തി അവര് കുറെ വോട്ട് ചെയ്തു, കുറച്ചാളുകൾ വന്നില്ല. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ബഹിഷ്കരിച്ചു എന്ന്. എങ്കിൽ അവരുടെ പാനലിന് വോട്ട് കിട്ടിയിട്ടുണ്ട്, ചുരുക്കം ചില ആളുകൾ മാറിയിരുന്നു. പക്ഷേ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ സമസ്തയുടെ പാനൽ ജയിക്കപ്പെട്ടപ്പോ പിന്നീട് അതിന്റെ നിയമയുദ്ധമായി. എന്നിട്ടും വഖഫ് ബോർഡിലും അല്ലാതെയും വഖഫ് ട്രൈബ്യൂണലിലും എല്ലാ അർത്ഥത്തിലും പല രീതിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ഇത് നീട്ടിക്കൊണ്ടുപോയി. ബന്ധപ്പെട്ടത് കൊടുത്തില്ല. 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് യഥാർത്ഥ അവകാശികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ തങ്ങൾ പറയും. ആ സമയത്ത് പള്ളി ഇവിടെ പൂട്ടിക്കിടന്നപ്പോ ഒരു മധ്യസ്ഥ രൂപത്തിൽ 4 പേരെ നിശ്ചയിക്കുകയും ആ രീതിയിൽ ആ പള്ളിയുടെ ആരാധന തുറക്കണമെന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തു. ആ ആവശ്യപ്പെട്ടപ്പോ AP വിഭാഗത്തിനെ പ്രതിനിധീകരിച്ച് ഊർങ്ങാട്ടിയിൽ നിന്ന് ഒരു MP മുഹമ്മദ് സാഹിബ് വന്നിരുന്നു. ഞങ്ങൾ RDO ഓഫീസിൽ ചർച്ച ചെയ്യാൻ ഞങ്ങളെല്ലാവരുമുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പള്ളി പൂട്ടരുത് സാർ, പള്ളി തുറക്കട്ടെ. ആ പള്ളി തുറന്നതിന് ശേഷം നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി ഈ AP പ്രവർത്തകന്മാർ. എന്നിട്ട് പറഞ്ഞു പള്ളി തുറക്കാൻ നിങ്ങൾ ആവശ്യപ്പെടരുത്, പള്ളി അടഞ്ഞു കിടക്കട്ടെ, അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടരുതെന്ന് ഈ MP മുഹമ്മദ് സാഹിബിനോട് പറഞ്ഞപ്പോ പരസ്യമായി അദ്ദേഹം പറഞ്ഞു അതിന് എന്നെ കിട്ടില്ല, എനിക്ക് മരിച്ചു പോകണം, നാളെ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരേണ്ടി വരും. നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ വണ്ടിയിലാണ് ഞാൻ വന്നത്, തിരിച്ചു പോകാൻ എന്റെ കയ്യിൽ എന്റെ പോക്കറ്റിൽ പണമുണ്ട്, ഞാൻ നിങ്ങളുടെ അടിമവൃത്തിയായി നിൽക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ആ MP മുഹമ്മദ് ഊർങ്ങാട്ടിയിലുള്ള അദ്ദേഹം ഇറങ്ങിപ്പോയി. ഈ പള്ളി അടങ്ങി കിടക്കണമെന്ന് തന്നെയായിരുന്നു ഇവിടെ ആവശ്യം. ഞങ്ങൾ പള്ളി തുറക്കണമെന്നും. അങ്ങനെ പള്ളി തുറന്നു. യഥാർത്ഥത്തിൽ എല്ലാ വിഷമുണ്ടായിരുന്നു. അന്നത്തെ 4 മധ്യസ്ഥന്മാർ വെച്ചുപോയാലും എന്നിട്ടും അവരുടെ മുസ്ലിയാര് അവരുടെ കാര്യങ്ങളൊക്കെ ആയപ്പോഴും ഞങ്ങൾ എതിർത്തില്ല. ആ ഭാഗങ്ങളൊക്കെ ഞാൻ വിടുകയാണ്, നീട്ടി പറയാൻ കഴിയില്ല. ഏതായാലും അങ്ങനെ വന്ന് അവസാനം കേരള ഹൈക്കോടതി ഈ കഴിഞ്ഞ 8-ാം തീയതിയാണ് വിധി വന്നത്. ആ വിധിയൊക്കെ ബഹുമാനപ്പെട്ട സമദ് സാഹിബ് പറയും. ആ വിധിയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി കൈമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൈമാറി ബന്ധപ്പെട്ടവർ വന്ന് കൈമാറ്റം തന്നു. ആ കൈമാറ്റമാണ്. എന്നിട്ടും ഇവർ പള്ളിയിൽ നിന്ന് ഇറങ്ങിയില്ല. പള്ളിയിൽ അവരിയ്ക്കുന്നു, ബാങ്ക് അവർ കൊടുക്കുന്നു, ഇമാമത്ത് അവർ കൊടുക്കുന്നു. ഞങ്ങൾക്ക് വേണമായിരുന്നുവെങ്കിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അവിടെ ഇറക്കാം. പക്ഷേ ഇതൊരു ആരാധനാലയമാണ്, ഇതൊരു പള്ളിയാണ്. വീണ്ടും ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പള്ളി പൂട്ടിപ്പിക്കണമെന്നാണ് ഇവിടെ ലക്ഷ്യം എന്ന് കരുതി സംയമനവും ഞങ്ങൾ സഹിച്ചു. എല്ലാ സംയമനവും ഞങ്ങൾ ഉപയോഗപ്പെടുത്തി. ഞങ്ങളുണ്ടാക്കിയില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. അവസാനം കോടതി വീണ്ടും പള്ളി വിട്ടുകൊടുക്കണമെന്ന് എന്തുകൊണ്ടായിരുന്നു നിൽക്കുന്നത് വരെ കോടതി വീണ്ടും വന്നപ്പോഴാണ് പള്ളിയിലേക്ക് ഞങ്ങളുടെ ആളുകൾ ഇമാമായി നമസ്കരിക്കാൻ പോലും കയറാൻ തുടങ്ങിയത്. ഒരാഴ്ച ഒരു പ്രശ്നവുമില്ല. പിന്നെയാണ് ഒരു ബുധനാഴ്ച അവിടെ, കാരണം വെള്ളിയാഴ്ച വരുന്നു. സമസ്തയുടെ പ്രവർത്തകന്മാർക്കറിയാം ഇവർ മനഃപൂർവ്വം ബഹളമുണ്ടാക്കാൻ പോകുന്നുവെന്ന്. CCTV വെക്കാൻ തുടങ്ങി പള്ളിയിൽ. നമ്മൾ CCTV വെച്ചു. ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം അതിനുണ്ടായിരുന്നു. പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നേരിട്ട് ഒപ്പിയെടുക്കാൻ. ഇവർ മനഃപൂർവ്വം അതറിയാം. വെള്ളിയാഴ്ച ഇവരുണ്ടാക്കാൻ പോകുന്ന പ്രശ്നം അവർ ആസൂത്രണം ചെയ്തത് ഈ ക്യാമറ വെച്ചാൽ നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ബുധനാഴ്ച തന്നെ നിസ്വാർത്ഥരായ ഒരു പാവങ്ങള് ആ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കയറുകയാണ്. ആരും ഒന്നും പ്രതീക്ഷിച്ചില്ല. കാരണവന്മാരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. മഗ്‌രിബിന് ഒളുവെടുത്ത് ബാങ്ക് കൊടുത്ത ഉടനെ റവാത്തിബ് നിസ്കാരത്തിന്റെ ബാക്കിലേക്കാണ്. പട്ടികയിൽ അണിയടിച്ച പട്ടിക, അതുപോലെ തന്നെ മറ്റ് മാരകായുധങ്ങള്, അത് കയറി ഒരു കൂട്ടം മദ്യപിച്ച പോലുള്ള ആളുകള് പള്ളിയിലേക്ക് കയറി ആക്രമിച്ചത്. അവിടെ അക്രമത്തിന് ഞങ്ങളുടെ 20ഓളം പ്രവർത്തകന്മാർ അപ്രതീക്ഷിതമായി പരിക്ക് പറ്റി. അങ്ങനെയാണ് ഈ പള്ളി വീണ്ടും എന്തായിരുന്നു ഇവർ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിലേക്ക് വരികയാണ്. പള്ളി വീണ്ടും ആരാധനയിലേക്ക് വിട്ടുതരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർ അതിലേക്ക് രീതിയിലേക്ക് നീങ്ങി. അവർക്ക് അവരുടെ നിയമപാലകമായിരിക്കാം. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ഇത് പള്ളിക്കൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇത് ജില്ല തന്നെ ഏറ്റെടുക്കാൻ പോവുകയാണെന്നുള്ള തീരുമാനം ഞങ്ങൾ തീരുമാനിച്ചത്.
ഞങ്ങൾ പരമാവധി ക്ഷമിക്കുകയും പരമാവധി സഹിക്കുകയും ചെയ്തു. അതൊരു ദൗർബല്യമായി പലരും കാണുകയാണ്. ഇവിടെ ഇതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ബാക്കിയെല്ലാം ഇവർ പറയും. യഥാർത്ഥത്തിൽ ഈ പള്ളിയില് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നവും നമ്മൾ ഉണ്ടാക്കാൻ നമ്മുടെ നേതൃത്വം അനുവദിച്ചില്ല. പക്ഷെ ഇവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, തല്ലുണ്ടാക്കണം, അല്ലെ അടി മാരകായുധങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അങ്ങ് ഇറങ്ങിപ്പോകുമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. ജീവൻ കൊടുക്കേണ്ടി വന്നാൽ പോലും ആരും കരുതേണ്ടതില്ല. ഈ പള്ളി വിട്ടുതരുമെന്ന് ആരും കരുതേണ്ടതില്ല, വിട്ടുതരില്ല. ബന്ധപ്പെട്ടവർ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാരും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ഉണ്ടല്ലോ. അവരുടെ ശരീരത്തിൽ ഇതിനു മുമ്പും തലയിൽ തൊപ്പിയുണ്ട്, അവരുടെ ശരീരത്തിൽ ഇതിനു മുമ്പും കാക്കിയുണ്ട്. പക്ഷേ ഞങ്ങള് ഈ ജില്ലയിൽ മാത്രം മുസ്ലിം ലീഗിന്റെ തന്നെ 3 മന്ത്രിമാരുണ്ട്. ഞങ്ങൾ ഇന്ന് വരെ നിങ്ങൾ അത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ മതപരമായ കാര്യത്തിൽ അങ്ങനെ ആജ്ഞാപിക്കപ്പെട്ടില്ല, നിങ്ങളുടെ കൃത്യനിർവഹണത്തിൽ ഇടപെട്ടില്ല. പക്ഷേ ഒരു ജില്ലയിൽ ഒരു മന്ത്രി വന്നപ്പോൾ, ഒരു മന്ത്രി എന്ന് പറയാൻ പറ്റില്ല, അരമന്ത്രി എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു മന്ത്രി നേരിട്ട് ഇടപെടുകയാണ്. എന്നിട്ട് ഈ പ്രശ്നങ്ങളിലേക്ക് ബന്ധപ്പെട്ടവരൊക്കെ വിളിക്കുകയാണ്. പോലീസിലെ ഹെഡ് കോൺസ്റ്റബിളിനെ പോലും പള്ളിക്കല്ലുടെ പള്ളി ഞങ്ങളുടെ പ്രസ്റ്റേജ് പ്രശ്നമാണെന്നാ പറയുന്നത്. എങ്കില് ആ മന്ത്രി ഇത് കേൾക്കില്ല. പക്ഷെ ബന്ധപ്പെട്ടവർ അങ്ങ് പറഞ്ഞേക്ക്, ഏതറ്റം വരെ പോകേണ്ടി വന്നാലും, നിങ്ങൾ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ശരി, ഈ പള്ളി വിട്ടു തരില്ല. ഈ പള്ളി എന്നല്ല, സമസ്തയുടെ ഞങ്ങൾക്ക് പൂർവ്വപിതാക്കൾ ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതാണെങ്കിൽ ഈ മാനിക ആവേശം തുടിച്ചു നിൽക്കുന്ന, ഈ മാനിക ആദർശം നിലനിൽക്കുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാര് ഈ ജനതയുള്ളിടത്തോളം കാലം ഒരു പള്ളിയും, അത് കരിപ്പൂരാവട്ടെ, കരുവാങ്കല്ലാവട്ടെ, കക്കോവാവട്ടെ, ഒന്നുപോലും വിട്ടുതരില്ല. അതിനുവേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. പിന്നെ അടിച്ചിട്ടാണ് തീരേണ്ടിയതെങ്കിൽ ഞങ്ങളുടെ ഭാഷ അതല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ സ്ഥലവും സമയവും പറഞ്ഞാൽ മതി, ഞങ്ങൾ വരാം, അവിടെ വരാം. എന്നിട്ട് നമുക്ക് അവിടെ നോക്കാം. പള്ളിയിലേക്ക് വരരുത്. അള്ളാഹുവിന്റെ ഭവനത്തില് രക്തക്കറ പിടിച്ച് ദിവസങ്ങളോളം പള്ളിക്കല്ല പള്ളി നിന്നപ്പോ നിങ്ങൾ ആരും ഉണ്ടായില്ല. ആ പള്ളി ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചില്ല, കടക്കാൻ സമ്മതിക്കില്ല എന്നാ പറഞ്ഞ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കാര്യം പറയുന്നു, ഇന്നത്തെ ഈ യോഗം പോലും ഇന്ന് 4 മണി വരെ ഇത് മുടക്കാനാ ശ്രമിച്ചത്. ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇവിടെ ഇങ്ങനെയാകും, ഞങ്ങളുടെ പള്ളിയുടെ അപ്പുറത്താണ് ഇപ്പുറത്താണ് എന്ന് പറഞ്ഞ് ആ ഭീഷണി ഞങ്ങൾ പറഞ്ഞു. ഈ യോഗം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നടത്തുക തന്നെ ചെയ്യും. ആ രീതിയിൽ ആരും നോക്കേണ്ടതില്ല. പക്ഷേ നീതിയാണ്, ഞങ്ങൾ ഒരിക്കലും നീതി കണ്ടില്ല. അള്ളാഹുവിന്റെ ഏത് ഭവനമായാലും പള്ളി അള്ളാഹുവിന്റെതാണ്, അത് ആരുടേതായാലും ഒരു മുട്ടുസൂചിയുടെ പരിക്ക് പോലും അതിനുണ്ടാക്കാൻ ഞങ്ങളെ വിശ്വാസം, ഞങ്ങളത് അനുവദിക്കില്ല. ഞങ്ങളെ നേതൃത്വം ഞങ്ങളെ അതിന് സമ്മതിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് വളരെ ആസൂത്രിതമായി ഒരു ജനതയെ ഷണ്ഡീകരിച്ച്, ഒരു ജനതയെ സംഘപരിവാറിന്റെ ആലയിലേക്ക് പോലും കൊണ്ടുപോകാനുള്ള നിഗൂഢമായ ശ്രമമാണ്. ബഹുമാനപ്പെട്ട പൂക്കോട് സാഹിബ് അതൊക്കെ പറയും, നിഗൂഢമായ ശ്രമം.
ഈ മുൻഭാഗത്തുള്ള ആളുകളൊന്നും ഇരുന്നാൽ ബാക്കിൽ വലിയ കൂട്ടമാണ്. നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഏറ്റവും ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈഹി തങ്ങൾ ഇവിടെ എത്താറായി. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സഹകരിച്ചിരുന്ന് കൊടുക്കണം. വലിയ ജനക്കൂട്ടമാണ്. ബാക്കിലുള്ള അവർക്ക് ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നില്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുക. ഇതൊരു ജനതയെ കൊണ്ടുപോകുന്നത് ഈ ഫാസിസ്റ്റ് കൂടാരത്തിലേക്കാണ്. നമ്മൾ കണ്ടു കോഴിക്കോട് സ്വാമി വീരഭദ്ര ശക്തിബോധി സ്വാമി പറഞ്ഞപ്പോ തലയ്ക്ക് വെളിവില്ലാത്തവരെന്ന ഒരു മിതമായ ഭാഷ പറഞ്ഞിട്ട് പോലും ചരിത്രത്തിൽ കേട്ട് കഴിവില്ലാത്ത രീതിയിൽ ആ സ്വാമിജിയോട് തിരുത്താൻ പറഞ്ഞു. തിരുത്തിച്ചത് അതുപോലും ഈ മോഡി ഭക്തവത്സലന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ മഹല്ലുകളിൽ ശിഥിലീകരണം ഉണ്ടാക്കുന്നതും ഈ മോഡി ഭക്തത നടക്കുന്നതും ഇതൊക്കെ ഒരു ഭാഗമാണ്, ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഇത് മനസ്സിലാക്കാൻ ഈ ഹാദാ ഖൗമുൻ ജാഹിലൂൻ എന്ന് അക്കാലത്ത് പറഞ്ഞ കുറെ വിഭാഗങ്ങളുണ്ട്, അവർക്ക് പറ്റില്ല. പക്ഷേ പൊതുസമൂഹം, ജനങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇത് മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഒരു കാര്യം മാത്രമേ ഇനി പറയുന്നുള്ളൂ. ഈ പള്ളി ഇപ്പം വീണ്ടും ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ, അതുപോലെ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് തുടങ്ങിയവരുടെ ഇടപെടലുകൾ, രേഖകൾ നോക്കി കോടതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇന്നലെ തുറന്നിരിക്കുകയാണ്. എന്നിട്ടും ഇന്നലെ ആ പള്ളിയിലേക്ക് വീണ്ടും കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ മഗ്‌രിബിന് ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഇത് അവിടെയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. നിയമത്തിന്റെ നീതിയുടെ ഭാഗത്തേ ഞങ്ങളുള്ളൂ. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളില്ല. പക്ഷേ ഇതൊന്നും ദൗർബല്യമായി ആരും കാണണ്ട. കാരണം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഈ രീതിയിൽ വരാൻ ഞങ്ങളുടെ നേതൃത്വം ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് മാത്രം. പക്ഷേ എക്കാലത്തും ഞങ്ങളിങ്ങനെ ക്ഷമിച്ചിരിക്കുമെന്ന് ബന്ധപ്പെട്ട ആരും കരുതരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ ഈ ചടങ്ങിനെ അധ്യക്ഷം വഹിക്കുന്നത് ഞങ്ങളുടെ ലീഗൽ സെല്ലിന്റെ സ്റ്റേറ്റ് ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട ഹാജി കെ മുഹമ്മദ് ഫൈസി അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈഹി അവറുകളാണ്. അദ്ദേഹം നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം നടത്തുകയാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സാഹിബ് പൂക്കോട്ടൂരാണ്. എല്ലാ രേഖകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം സവിസ്തരം ഈ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കും. അതുപോലെ മറ്റ് മഹല്ലുകളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അദ്ദേഹം പ്രതിപാദിക്കും. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഇവിടെ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് മുസ്തഫ തങ്ങള്, അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. സംസ്ഥയുടെ പി കുഞ്ഞാണി മുസ്ലിയാര്, അതുപോലെ ബഹുമാനപ്പെട്ട ടി പി ഇപ്പു മുസ്ലിയാര്, ഉത്തനൈ മൊയ്തീൻകുട്ടി വൈസി, കാളാവ് സൈദലി മുസ്ലിയാർ, പ്രിയപ്പെട്ട സലീം അടക്കര, നാസറുദ്ദീൻ ദാരിമി, പി എ ലത്തീഫ് ഫൈസി, ഹസൻ ഫൈസി, പ്രിയപ്പെട്ട കുട്ടിയാമു ഹാജി, സി കെ ഹിദായത്തുള്ള, സിദ്ദീഖ് ഫൈസി, എം പി മുഹമ്മദ് മുസ്ലിയാർ, സി എൻ കുട്ടി സക്കാഫി, ബഹുമാനപ്പെട്ട മൊയ്റ്റി മൗലവി, അതുപോലെ തന്നെ എസ് കെ പി എൽ തങ്ങള്, അലവി ദാരിമി കുയിമണ്ണ, അബ്ദുള്ള മാസ്റ്റർ കൊട്ടപ്പുറം, ഉമ്മർ ദാരിമി പുളിയക്കോട്, മുസ്തഫ ദാരിമി, കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ, CPM തങ്ങള്, ഉമ്മർ ദർശി തച്ചണ്ട തുടങ്ങി അബ്ദുള്ള മാസ്റ്റർ കൊട്ടപ്പുറം തുടങ്ങി നിരവധി നേതാക്കളുണ്ട്. ആരെങ്കിലുമൊക്കെ പേര് പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി, വള്ളിക്കുന്ന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ബക്കർ ജന്നൂർ, അതുപോലെ കൊണ്ടോട്ടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി CT മുഹമ്മദ് സാഹിബ് അടക്കമുള്ള എല്ലാവരും സ്റ്റേജിലും പുറത്തൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഹാജി കെ മുഹമ്മദ് ഫൈസി ആദരവ് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.